ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് ഒരുപാട് സജഷൻസ് റിക്വസ്റ്റും എൻ്റെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും വരുന്നുണ്ട് മലയാളത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇനി മുതൽ കുറച്ച് സെലക്റ്റഡ് റെസിപ്പീസ് ഞാൻ മലയാളത്തിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് ലെമൺ ടാർട്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഞാനിന്നിവിടെ മൈക്രോവേവ് അവൻ യൂസ് ചെയ്യാതെ ഈസി ആയിട്ട് എങ്ങനെ ഒരു ലെമൺ ടാർട്ട് ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് 2 ബേസിക് സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് ടാർട്ടിൻ്റെ ബേസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 15 ബിസ്ക്കറ്റ്സ്. നമുക്ക് ഏത് ബ്രാൻഡ് ബിസ്ക്കറ്റ്സ് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മിൽക്കി ബൈറ്റ്സ് ആണ്. 20 ഗ്രാം ബട്ടർ. ബട്ടറിന് നമ്മൾ ഉരുക്കണം, മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. ആദ്യം തന്നെ ബിസ്ക്കറ്റ്സ് എല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ച ബിസ്ക്കറ്റിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നനഞ്ഞ മണലോ അതോ പുട്ടിൻ്റെ പൊടി നനച്ച പോലെയാണ് വേണ്ടത്. ഇതാണ് ടാർട്ട് സെറ്റ് ചെയ്യേണ്ട മോൾഡ്. ഇതിൻ്റെ ബേസ് ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഒരുപോലെ സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് ഒരു സ്പൂണോ കൈയോ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയമെടുത്ത് സൈഡിലെല്ലാം നല്ലൊരു തിക്കായിട്ടുള്ള ലെയർ ഫോം ചെയ്യാനും ഇത് നല്ലൊരു സ്മൂത്തായി ഒരുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാനും ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഫില്ലിംഗ് ഇതിലേക്ക് ഇടുമ്പോൾ ഇത് ഫില്ലിങ്ങിനെ ഹോൾഡ് ചെയ്യാനോ അത് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാനോ പൊടിഞ്ഞു പോകാനോ ചാൻസ് ഉണ്ട്. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 30 മിനിറ്റെങ്കിലും വെക്കണം. ടാർട്ടിൻ്റെ ബേസ് ഫ്രിഡ്ജിൽ സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ആയ ലെമൺ കർഡ് റെഡിയാക്കാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഫസ്റ്റ് ചെറുനാരങ്ങേൻ്റെ നീര് 70 മില്ലി. ഫ്രഷ് ആയിട്ട് തന്നെ സ്ക്വീസ് ചെയ്തെടുക്കുന്ന ജ്യൂസ് ആയിരിക്കും നല്ലത്. ഒരു 5-6 ലെമൺ ആവശ്യമായിട്ട് വരും ഇത്രയും ജ്യൂസ് എടുക്കണമെങ്കിൽ. രണ്ട് ചെറുനാരങ്ങേൻ്റെ സെസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊലി നമ്മൾ ചിരണ്ടി എടുക്കണം. എപ്പോഴും ചെറുനാരങ്ങ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം വേണം തൊലി ചിരണ്ടിയെടുക്കാൻ. പഞ്ചസാര 120 ഗ്രാം. 3 മുട്ടയും കൂടാതെ ഒരു മുട്ടേൻ്റെ മഞ്ഞയും. 1 ടീസ്പൂൺ വെനില എസൻസ്. 15 ഗ്രാം കോൺഫ്ലവർ. 100 ഗ്രാം ബട്ടർ. ആദ്യം ഒരു ബൗളിൽ ലെമൺ ജ്യൂസും ലെമൺ സെസ്റ്റും പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ലെമൺ ജ്യൂസിൻ്റെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം വേണം നമ്മൾ ഈ ലെമൺ ജ്യൂസിൻ്റെ മിക്സിനെ ഒരു സിറപ്പാക്കി എടുക്കേണ്ടത്. ഇതിന് മാക്സിമം ഒരു 5 മിനിറ്റിൻ്റെ സമയം മതിയോ. അതിൻ്റെ ഉള്ളിൽ ഇത് റെഡിയായി കിട്ടും. സൈഡിൽ നിങ്ങൾ കുറച്ചെടുത്ത് ചെറിയ ഒരു ബബിൾസൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റെഡിയാണെന്ന്. നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി വേറൊരു ബൗളിൽ 3 മുട്ടയും മുട്ടേൻ്റെ മഞ്ഞയും വെനില എസൻസും കോൺഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കോൺഫ്ലവർ ചേർക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടയിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ ഇത്രയും കൂടെ എളുപ്പത്തിൽ ഇത് മിക്സായി കിട്ടും. റെഡി ആയതിൻ്റെ ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ലെമൺ ജ്യൂസിൻ്റെ സിറപ്പ് ചൂടോടൊക്കെ തന്നെ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യണം.
ഒന്നായിട്ട് ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ മുട്ട വെന്ത് പോവും, കട്ടികളുണ്ടാവും. അത് നമുക്ക് വേണ്ട. അതുകൊണ്ട് വളരെ കുറച്ച് എടുത്തിട്ട് വേണം ഇതിലേക്ക് മിക്സ് ചെയ്യാൻ. സിറപ്പ് മുഴുവനായിട്ട് എഗ്ഗിൻ്റെ മിക്സിലേക്ക് ചേർത്തതിന് ശേഷം ആ മിക്സിനെ വീണ്ടും നമ്മൾ പാനിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 5 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി വേവിച്ച് കഴിയുമ്പോൾ ഇത് കുറുകി വരും. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത് റെഡി ആയോ എന്ന് ചെക്ക് ചെയ്യാൻ ഇങ്ങനെ സ്പൂണിൽ ഇട്ടിട്ട് വരച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിട്ടുള്ള ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ടെന്ന്. വീണ്ടും ഒരു 30 സെക്കൻഡും കൂടെ കുക്ക് ചെയ്തതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ അറിയാതെ നിങ്ങൾ എന്തെങ്കിലും മുട്ടയോ അല്ലെങ്കിൽ കുക്ക് ചെയ്ത് പോയാൽ തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു അരിപ്പേ കൂടെ അരിച്ചെടുത്തിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള ലെമൺ കേർഡ് കിട്ടും. അരിച്ചെടുത്ത് വെച്ച് ഈ മിക്സിന് ഒന്നും കൂടെ സ്പൂൺ വെച്ച് ഇളക്കിയെടുക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബട്ടർ, ആ 100 ഗ്രാം ബട്ടർ കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. മിക്സ്ചർ ഓൾറെഡി നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് ആ ചൂടോടൊക്കെ തന്നെ ബട്ടർ ഉരുകി കിട്ടും. എല്ലാ ബട്ടറും ഉരുകിയതിന് ശേഷം ഇതിനെ ഒന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് മിക്സ്ചർ കുറച്ച് ലൂസായിട്ട് തോന്നാം, പക്ഷെ ചൂട് തണിയുന്തോറും ഇത് കുറുകി വന്നോളും. ഒന്ന് ചൂട് തണിഞ്ഞതിൻ്റെ ശേഷം ഈ മിക്സ്ചറിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ ടാർട്ടിലേക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ബാക്കി വരുന്ന ലെമൺ കേർഡിനെ ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തോളം ഇത് കേടുവരാതെ സൂക്ഷിക്കാം. ഇനി ഫ്രിഡ്ജിൽ വെച്ച ടാർട്ട് പുറത്തെടുത്തിട്ട് അതിലേക്ക് ഈ മിക്സ്ചർ ഒരുപോലെ ഒഴിച്ചു കൊടുക്കുക. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ലെമൺ കേർഡിനെ നമുക്ക് ലെമൺ ചീസ് കേക്കോ കപ്പ് കേക്കിൻ്റെയോ ഫില്ലിംഗ് ആയിട്ടോ അതോ മൂസോ അങ്ങനെ പലതരം ഡെസേർട്ട്സിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. മിക്സ് ഒഴിച്ചതിന് ശേഷം ഇതിനെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക, ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ മിക്സ്ചർ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനെ ഫ്രിഡ്ജിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും തണുക്കാൻ വേണ്ടിയിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ ടാർട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനൊരു പ്ലേറ്റ് എടുത്ത് അതിൻ്റെ മുകളിലൊരു ചെറിയ ബൗൾ കമത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ടാർട്ടിൻ്റെ ഷെൽ വെക്കുക. എന്നിട്ട് സൈഡിലുള്ള റിങ് പതുക്കനെ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇളകി കിട്ടും. ഇനി ആ റിങ്ങിനെടുത്ത് മാറ്റിയിട്ട് നമുക്ക് താഴെയുള്ള ആ ഡിസ്ക് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു കത്തി ഉപയോഗിച്ചാൽ മതിയാവും. ആ കത്തി വെച്ചിട്ട് അതിന് സൈഡിലൊന്ന് കുത്തി കൊടുക്കാം. ഒരു സൈഡ് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മുഴുവനായിട്ട് ഇളകി കിട്ടും. അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ, കാരണം ബിസ്ക്കറ്റിൻ്റെ ബേസ് പൊട്ടിപ്പോവാതെ നോക്കണം. ലെമൺ ടാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസിങ് ഷുഗർ അരിപ്പേ കൂടി ഇട്ട് അരിച്ചിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. ഞാനിത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഫോട്ടോ കാണിക്കാം. ഇത് കണ്ടില്ലേ, യെല്ലോ ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ ഒരു ഫുഡ് കളറും ചേർത്തിട്ടില്ല. ഇത് പ്യോർലി ലെമണിൻ്റെയും മുട്ടേൻ്റെയും കളർ മാത്രമാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേ സെയിം റെസിപ്പി നിങ്ങൾക്ക് ഓറഞ്ചിലും ട്രൈ ചെയ്യാവുന്നതാണ്. ഓറഞ്ച് ജ്യൂസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മധുരം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, കാരണം ഓറഞ്ചിന് ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ പഞ്ചസാരേൻ്റെ അളവ് കുറച്ചിട്ട് വേണം ഇതിലേക്ക് എടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്ന്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് സേവറി ഡിഷസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും നമസ്കാരം.